പുലരിയതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് അലർട്ട്. വടക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയാണ്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെയും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം, ജിജീഷ് കരുണാകരൻ, എസ് ശ്രീനന്ദ തുടങ്ങിയവർ ചേരുന്നു. ആദ്യം ശ്രീനന്ദയിലേക്ക്. തലസ്ഥാനത്ത് ഇന്നലെ രാത്രി മുഴുവൻ കനത്ത മഴയായിരുന്നു. എന്താണ് രാവിലത്തെ സ്ഥിതി? ഒപ്പം എന്താണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? വെരി ഗുഡ് മോർണിംഗ് ശ്രീനന്ദ. ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ ഒരു കനത്ത മഴയായിരുന്നു സംസ്ഥാനത്തുടനീളം ഉണ്ടായിരുന്നത്. രാത്രിയും അതിശക്തമായ മഴ തന്നെയായിരുന്നു. ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നും മഴ ശക്തിപ്പെടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാറ്റും ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. എന്നാൽ 3 മണിക്കൂർ പിന്നിടുമ്പോൾ അടുത്ത 3 മണിക്കൂർ ശക്തമായ മഴ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു. ഇന്നലെ പൊന്മുടി അടക്കമുള്ള സ്ഥലങ്ങളിൽ ശക്തമായ കാറ്റും അതുപോലെ തന്നെ മഴയും ഉണ്ടായിരുന്നു. അതുപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. പോലീസിനും അതുപോലെ തീരപ്രദേശത്തുള്ള ലൈഫ് ഗാർഡുകൾക്കും ഒക്കെ തന്നെ നേരിയ നിർദ്ദേശങ്ങളാണ് സംസ്ഥാനത്ത് നൽകിയിരിക്കുന്നത്. ശക്തമായ മഴയായിരിക്കും. അതുപോലെ തന്നെ നദീതടങ്ങളിൽ വെള്ളം കയറാനുള്ള കൂടുതലാകാനുള്ള സാധ്യതകളുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. മത്സ്യബന്ധനത്തിനൊക്കെ തന്നെ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നാളെയും സമാന രീതിയിൽ തന്നെ 6 ജില്ലകളിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തന്നെ നാളെയും ശക്തമായ മഴ തുടരുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്ക് ഈ മണിക്കൂറിൽ പങ്കുവെക്കാൻ കഴിയുന്നത്. ശ്രീനന്ദ, പുതിയ വിവരങ്ങളുമായി പിന്നീട് ചേരുക. ജിജീഷ് കർണാനിലേക്ക് പോകുന്നു. ജിജീഷ്, എന്താണ് കൊച്ചിയിലും മധ്യ കേരളത്തിലെയും കാലാവസ്ഥ? ഇന്നത്തെ പ്രവചനങ്ങൾ എങ്ങനെ? ഇപ്പോഴത്തെ കൊടയുമായി തന്നെയാണ് ജിജീഷ് നിൽക്കുന്നത്. നല്ലൊരു മഴ തന്നെയാണ് ചെയ്യുന്നത്. തുടർച്ചയായുള്ള ഒരു മഴ, പുലർച്ചെ കനത്ത മഴയായിരുന്നു. പിന്നീട് അതിനൊരു ശമനമുണ്ടായി എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അതിലേറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് മഴ മുന്നറിയിപ്പുകളിൽ ഒന്നും തന്നെ എറണാകുളം ജില്ല ഉണ്ടായിരുന്നില്ല. എന്നാൽ രാവിലെ മുതൽ തന്നെ വലിയ മഴ പെയ്തു. ഇപ്പോഴാണ് ചെറിയൊരു ശമനം മഴയ്ക്കുണ്ടായത്. എന്നാൽ മധ്യ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ യെല്ലോ അലർട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. നാളെയും അവിടെ യെല്ലോ അലർട്ടാണ്. വലിയ ഈ ഒരു മഴ, പുലർച്ചെ പെയ്യുന്ന മഴ തുടരുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങളിലും കനത്ത വെള്ളക്കെട്ടിലേക്ക് നീങ്ങാറുണ്ട്. നിലവിൽ മഴയൊരൽപ്പം മാറി നിൽക്കുന്നത് തന്നെയാണ് ആശ്വാസമായി മാറുന്നത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ വലിയ മഴ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും പെയ്തിരുന്നു. അത് വലിയ കനത്ത നാശനഷ്ടങ്ങൾക്കായിരുന്നു ഇടയാക്കിയിരുന്നത്. പല സ്ഥലങ്ങളിലും കാറുകളെല്ലാം തന്നെ വലിയ വെള്ളക്കെട്ടിലേക്ക് വീണു. ചിലയിടങ്ങളിൽ വെള്ളം ഒഴുക്ക് തന്നെ പൂർണ്ണമായും തന്നെ ചില മരങ്ങൾ കടപുഴകി വീണുമെല്ലാം ഒഴുക്കുകൾ നിലച്ച സാഹചര്യമുണ്ടായിരുന്നു. പലയിടത്തും നഗരപ്രദേശങ്ങളിലടക്കം വെള്ളം കയറി. പല വീടുകളും നഗരപ്രദേശങ്ങളാണെങ്കിലും പ്രാന്തപ്രദേശങ്ങളാണെങ്കിലും എല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും എന്നൊരു ആശങ്ക ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിലവിൽ മഴ മുന്നറിയിപ്പുകളിൽ യെല്ലോ അലർട്ടിലോ റെഡിലോ ഒന്നും തന്നെ ജില്ല ഉൾപ്പെടുത്തിയിട്ടില്ല. മഴ കൂടി വരുന്നു എന്നത് തന്നെയാണ്. അല്പസമയം മുമ്പ് മഴയൊന്ന് ചോർന്നിരുന്നു. എന്നാൽ ഇപ്പോഴും കനത്ത മഴയിലേക്ക് തന്നെയാണ് പോകുന്നത്. വലിയ തോതിൽ അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ എറണാകുളം ജില്ലയും മഴ മുന്നറിയിപ്പുകളിൽ ഉൾപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. തൃശ്ശൂരിലടക്കം കനത്ത മഴ തന്നെയാണ് പല മേഖലകളിലും പെയ്യുന്നത്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും കനത്ത മഴ തന്നെ തുടരുകയാണ്. ഈ ഒരു മഴ ഇത്തരത്തിൽ തുടർന്നാൽ പ്രത്യേകിച്ച് മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളടക്കം ജാഗ്രത പുലർത്തണമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൊതുവായി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പാണ്. കാരണം കനത്ത കാറ്റിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് കടലിലേക്ക് ഇറങ്ങരുത് എന്നൊരു മുന്നറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകിയിരിക്കുന്നത്. മാത്രമല്ല മണ്ണിടിച്ചിൽ, റോഡിൽ ഗതാഗത തടസ്സം എല്ലാം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ കനത്ത മഴ തുടരുന്ന തുടർന്നുള്ള വാർത്തകളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്തകൾ പ്രതീക്ഷിക്കുന്നു. ശിവദാസ് കന്മനത്തിലേക്ക്. ശിവദാസ്, മലബാർ മേഖലയിൽ ഉത്തര കേരളത്തിലാണ് മഴ ഏറ്റവും അധികം എന്നാണ് ഇതുവരെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ. അതിനോടൊപ്പം തന്നെ താമരശ്ശേരി ചുരം ഒരിക്കൽ കൂടി അടയ്ക്കുകയാണ്. മുകളിൽ നിന്നും താഴെ നിന്നും അടിവാരത്ത് നിന്നും ലക്കടിയിൽ നിന്നുമുള്ള ഗതാഗതം വീണ്ടും ഒരിക്കൽ കൂടി നിരോധിക്കേണ്ട അവസ്ഥയുണ്ടെന്ന് കേൾക്കുന്നു. മണ്ണിടിച്ചിൽ, കല്ലും മണ്ണും ഇടിഞ്ഞു വീഴുന്ന സാഹചര്യത്തിലാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എന്താണ് മുന്നറിയിപ്പ്? ശിവദാസ്.
പ്രദീപ് പിള്ള, വടക്കൻ കേരളത്തിലും മഴ ശക്തമായി തുടരുകയാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് മാത്രമാണ് മഴ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ശമിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപ് വരെ മഴ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ പകൽ മുഴുവൻ, അതോടൊപ്പം തന്നെ രാത്രിയിലും ശക്തമായി തന്നെ മഴ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിലും ഈ രീതിയിൽ മഴ ഉണ്ടായിരുന്നു. മലപ്പുറം, കണ്ണൂർ, വയനാട് ജില്ലകളിലടക്കം ശക്തമായി മഴ ഉണ്ടായിരുന്നു. ഇന്ന് അല്പം ശമനം ഉണ്ട് എന്നാണ് കണ്ണൂരിൽ നിന്നും വയനാട് ജില്ലകളിൽ നിന്നുമെല്ലാം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ ഇപ്പോഴും ഇന്നും നാളെയും എല്ലാം തന്നെ മലബാർ ജില്ലകളിൽ 6 ജില്ലകൾക്ക് യെല്ലോ അലർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെയുള്ള അവിടെ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കടലോരവാസികളും ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്ക് ആണ് ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർമാർ, അതാത് ജില്ലാ കളക്ടർമാർ നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ താമരശ്ശേരി ചുരം വഴിയുള്ള യാത്ര നിരോധിച്ചിരുന്നു. ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള പൂർണ്ണമായ ഗതാഗതം നിരോധിച്ചിരുന്നു. കുറ്റ്യാടി വഴിയും അതോടൊപ്പം തന്നെ നാടുകാണി ചുരം വഴിയുമാണ് വയനാട്ടിലേക്ക് പോകേണ്ട യാത്രക്കാർ പോയിരുന്നത്. പിന്നീട് ഇന്ന് പൂർണ്ണമായും അത് പുനഃസ്ഥാപിച്ചു. റിപ്പോർട്ട്സിൽ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും പ്രതീക്ഷിക്കുന്നു.